Boeing, co-powered by Damro Furniture. Boing, boing. ഹലോ നമസ്കാരം, ഗുഡ് ഈവനിംഗ്, വണക്കം, സ്വാഗതം. ലോകമെമ്പാടുമുള്ള സി കേരളത്തിന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ലെറ്റ്സ് ബിഗിൻ ദ ഷോ. ദിസ് ഈസ് Boing Boing, co-powered by Damro Furniture. Boing, boing. Boing, boing. നീ എന്തിനാ ഈ കോസ്റ്റ്യൂം ഇട്ടത്? ഞാൻ ഈ കോസ്റ്റ്യൂം ഇട്ടതിന് കുറച്ച് കാരണങ്ങളുണ്ട്. കാരണം നിനക്കറിയാമോ, പെൺകുട്ടികൾക്ക് സാധാരണ യൂണിഫോം ഇടുന്ന ആൺകുട്ടികളെയാണ് ഇഷ്ടം. പക്ഷേ അതറിഞ്ഞിട്ട് നീ എന്തിനാണ് ഈ കോസ്റ്റ്യൂം ഇട്ടത്? ഞാൻ ഇട്ടതിന്റെ കാരണം എനിക്ക് ഇന്നിപ്പോ ഈ ഷോ കഴിഞ്ഞപാട് ദോഹയിലേക്ക് പോകണം. 11 മണിക്ക് എന്റെ ഫ്ലൈറ്റ് ആണ്. ഫ്ലൈറ്റിൽ ടിക്കറ്റ് ഇല്ല, ആകെ സ്ഥലമുള്ളത് കോക്പിറ്റിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന ഒരു അറ്റംപ്റ്റ് നേരെ കോക്പിറ്റിലേക്ക് ഇടിച്ചു കയറിയിട്ട് പോകാൻ പറ്റും. നിനക്ക് വേറൊരു കാര്യം അറിയോ? നിന്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, ഈ ATM കൗണ്ടറിന്റെ ഫ്രണ്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. അതുപോലെ ഉണ്ട്. നിന്റെ കണ്ടിട്ട് എന്താ എനിക്ക് തോന്നുന്നത് അറിയോ? കോഫി ഹൗസിൽ പോകുമ്പോ ഒരാളുണ്ട്. ഓക്കെ, നീ മനസ്സിലാക്കേണ്ട, ഇന്ന് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. കാരണം ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന പെൺകുട്ടികൾ പലതും കല്യാണം കഴിച്ചിട്ടില്ലടാ. അവര് കല്യാണം കഴിക്കാൻ ഞാൻ വില്ലിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല, സമയമില്ല. എനിക്ക് സമയമില്ല. ഒരാളെ മതിയോ 6 പേരെ വേണം? എനിക്ക് വേണ്ട, എനിക്ക് ടൈമില്ല. പിന്നെ എന്തിനാണ് ഈ വേഷം കെട്ടിയത്? ഈ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇത് കഴിഞ്ഞ 11 മണിക്ക് ഫ്ലൈറ്റ് ആണ്, ടിക്കറ്റ് ഇല്ല. അതുകൊണ്ട് കോക്പിറ്റിൽ ഇടിച്ചു കയറിയിട്ട് വേണം എനിക്ക് പോകാൻ. നമ്മൾക്ക് സമയമില്ല, പക്ഷേ ഞങ്ങൾക്ക് മുന്നേ റെഡിയാണ് ഞങ്ങളുടെ സ്മാർട്ട്, ബ്യൂട്ടിഫുൾ, ലവ്ലി ഗേൾസ്. ആദ്യമായിട്ട് നമ്മുടെ ടീമിനെ പരിചയപ്പെടുന്നത്. കാരണം ടീം എയും ടീം ബിയിലും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന 2 വില്ലത്തിമാരുണ്ട്. സി കേരളത്തിന്റെ പ്രിയ സീരിയൽ ആയിട്ടുള്ള സ്വാതി നക്ഷത്രം ചോദ്യം എന്ന സീരിയലിലെ മെയിൻ വില്ലത്തി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്കുള്ള മറുപടി തരുന്നതാണ്. ലെറ്റ്സ് വെൽക്കം അഞ്ജലി റാവു. അഞ്ജലി റാവു. അഞ്ജലി മലയാളി അല്ലേ? ഹലോ, രാവണിയുടെ മോള് റാവു എന്നാക്കിയതാ. இல்ல, അച്ഛന്റെ പേരെന്താ? ஆக்சுவலி ஒருபாடு அஞ்சலி உண்டு. சோ ஒரு വേരിയേഷൻ தெரியாதுக்காக അച്ഛനോട് പേര് ആഡ് ചെയ്തത്. ഞാന് മദർ ടങ് തെലുഗു ആണ്. ജന്മിച്ചത് പഞ്ചാബില്. അച്ഛൻ പട്ടാളത്തിലുണ്ട്. സെറ്റിൽഡ് ചെന്നൈയിലാണ്. മാരേജ് ചെയ്തത് മലയാളിയാണ്. ഇതെന്താണ് ഓൾ ഇന്ത്യ പര്യടനം? ഇന്ത്യൻ ആണ്. പക്ഷേ അഞ്ജലി, ഞാൻ പറഞ്ഞതുപോലെ അഞ്ജലിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. സ്വാതി നക്ഷത്രം ചോദ്യം എന്ന സീരിയലിൽ മെയിൻ വില്ലത്തിയായിട്ട് തകർത്ത് അലക്കി വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള പ്രേക്ഷകരുടെ ചോദ്യമാണ്, എന്തിനാ ഈ കല്യാണം കഴിച്ചവരുടെ പുറകെ നടക്കുന്നത് വീണ്ടും? ആ പയ്യനെ വെറുതെ വിട്ടൂടെ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, ഫസ്റ്റ് ഞാനാണ് നീല ലവ് ചെയ്തത്. പക്ഷെ കല്യാണം കഴിച്ച് പോയില്ലേ, എന്നിട്ട് എന്തിനാ കുരിശായിട്ട് നടക്കുന്നേ? പോയി, അത് അവർ ചെയ്ത തെറ്റാണ്, ഞാൻ ചെയ്തതില്ല. ഞാന് ലോയൽ ആയിട്ട് ഇരുന്നത്. ചില ആൾക്കാരുടെ ക്രേസ് ആണ് കല്യാണം കഴിച്ച ആൾക്കാരെ പിന്നെയും പഞ്ചാരടിക്കാൻ. എന്ന് വെച്ചിട്ട് നിന്റെ ആ പ്രതീക്ഷയൊന്നും വേണ്ട, അതെല്ലാം എടുത്ത് മാറ്റി കളഞ്ഞു. ഇവൻ 2 കൊല്ലം മുമ്പേ കല്യാണം കഴിച്ചതാണ്, 3 കുട്ടികളുണ്ട്. ഇവനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട്. അതേത് കണക്കാ? ആ കുട്ടി മര്യാദക്ക് ഇതില്ലെങ്കിൽ അത് ഗേറ്റിന്റെ പുറത്തോട്ട്. ഇപ്പൊ ഇവിടെ അച്ഛാന്ന് വിളിച്ചോണ്ട് ഓടി വരും. അഞ്ജലി പറയൂ, നമ്മുടെ ഷോ കാണാറുണ്ടോ? എങ്ങനെ പോകുന്നു സ്വാതി നക്ഷത്രം? സ്വാതി നക്ഷത്രം നല്ല പോയി കിട്ടും. പുറത്തിറങ്ങുമ്പോ അടി കിട്ടാറുണ്ടോ? ഇല്ല ഇല്ല. അതെന്താ കിട്ടാത്ത? വേദ പാവമാണ്. പക്ഷെ പ്രേക്ഷകർ അതല്ല പറയുന്നത്, വേദ ദുഷ്ടത്തിയാണെന്നാ പറയുന്നത്. എനിവേസ്, വേദ എന്ന അഞ്ജലിക്ക് എല്ലാവരും കൂടെ ചേർന്ന് നല്ലൊരു കൈയടി. ഒരു കുട്ടി ഈ ഷോയിൽ വന്നത് കല്യാണ ആലോചനകളൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. കല്യാണം കഴിക്കാത്ത ആ കുട്ടിയുടെ ജീവിതത്തിലെ അന്ത്യ അഭിലാഷം തോന്നുന്നത്, എനിക്കൊരു ചെറുക്കനെ വേണം, കല്യാണം കഴിച്ച് ദാമ്പത്യ സുഖമായിട്ട് ജീവിക്കണം. അശ്വതി മുകുന്ദൻ. അശ്വതി പറയൂ, എന്താണ് ഫേസ്ബുക്ക് നെയിം? നീ ആദ്യമേ ഫേസ്ബുക്ക് ഒക്കെ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി അശ്വതി എന്ന പേരുള്ള ആൾക്കാരൊക്കെ അശ്വതി അച്ചു എന്നാണ് ഫേസ്ബുക്കിൽ ചോദിച്ചതും അതാണ്. അശ്വതി ആദ്യം ഞാൻ ചോദിക്കട്ടെ, എന്താണ് അശ്വതിയുടെ ഭാവി സങ്കല്പത്തിലുള്ള പയ്യന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? കുറച്ച് ഹൈറ്റ്. ഇത്ര മതിയോ? മതി. അടുത്ത് ബാക്കി ക്വാളിറ്റി, അയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? നല്ല പയ്യനായിരിക്കണം. നല്ല പയ്യൻ വെച്ചാൽ കാണാൻ നല്ല നിറമുണ്ടായിരിക്കണം. അങ്ങനെയൊന്നുമില്ല, സ്വഭാവം നല്ല സ്വഭാവമായിരിക്കണം. ഓക്കെ, കാണാൻ ഒരു ഭംഗിയില്ല, പക്ഷെ സ്വഭാവം നല്ല പളുങ്ക് പോലത്തെയാണ്. സമ്മതിക്കോ? പ്രണയങ്ങൾ ഒരുപാട് തകർന്നിട്ടുണ്ട്. Am I correct or not? ചെറുതായിട്ട്. എത്ര പ്രണയം തകർന്നു? എത്ര? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെയൊക്കെ ചോദിക്കണം? പിന്നെ ഒരു 2 എണ്ണം. അങ്ങോട്ടാണോ തേച്ചത്, ഇങ്ങോട്ടാണോ തേച്ചത്? ഇങ്ങോട്ടാണ് തേച്ചത്. ആ തേപ്പിന്റെ കഥ ചെറുതായിട്ടൊന്ന് വിവരിക്കാമോ? എന്തായാലും കഥയായിട്ടൊന്നുമില്ല. ആ തേച്ചവരോട് ഈ കാണുന്ന എപ്പിസോഡ് അശ്വതി മുകുന്ദനെ കാണുമ്പോ എന്താ പറയാനുള്ളത്? വലിയ നഷ്ടമായി പോയി. ആർക്ക്? അവർക്കാണോ നിങ്ങൾക്കാണോ? അവർക്ക്. പക്ഷെ ഉള്ളിലേക്ക് അറിയാണ് കുട്ടി. എന്താ പറയാനുള്ള ഡയലോഗ്? ആ ചെറുപ്പക്കാരെ നോക്കിയിട്ട് നീ കാണടാ, പറഞ്ഞു കൊടുക്ക.
ഇപ്പൊ തന്നെ എല്ലാം കേട്ടില്ലേ? എന്നാലും ഒന്നുകൂടി പറഞ്ഞു. അല്ല, കുറച്ചും കൂടെ ഒന്ന് പൊക്കി പറഞ്ഞാൽ. ഞങ്ങളൊരു കാര്യം ചെയ്യാം, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക് എഡിറ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്യാം. നല്ല പവറിൽ പറഞ്ഞു. പവറിലൊന്ന് പറഞ്ഞു കൊടുക്കുക. അവർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. വലിയ നഷ്ടം തന്നെയാണ് എന്നെ പോലെ ഒരാളെ നഷ്ടപ്പെട്ടത്. ആക്ച്വലി ഇതുപോലത്തെ ഒരു സാധനത്തിനാണ് മിസ് ചെയ്തെങ്കിൽ ഭയങ്കര ലാഭം. അത് നഷ്ടമായിട്ട് കിട്ടണം കേട്ടോ. ഇതെല്ലാം കണ്ടും കേട്ടും നമുക്ക് അടുത്ത് പരിചയപ്പെടേണ്ട ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം താര. என் பேரு வந்து தாரா. താര வந்து തെലുങ്ക് தான் ரொம்ப fluent, right? தமிழ் நல்லா தெரியும், తెలుగు நல்லா தெரியும். తెలుగులో ఇవరే కానదుకు అసింగమా இருக்குன்னு எப்படி சொல்லும்? నువ్వు చూసుకోవడానికి చాలా చండాలంగా ఉన్నావు. చాలే ఇవరేలేమ్మా అంత చాలా చెమ్మడికి చూపడి നീക്കോ നാച്ചാ നീക്കോ ഞാച്ചാ. അപ്പൊ എന്തായാലും ഇത് പറഞ്ഞില്ലേ, അതിരുകളില്ലാത്ത ഒരു ഷോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ബോയും ബോയ്. അതിനെല്ലാവരോടും വലിയൊരു നന്ദി പറയുന്നു. നല്ലൊരു കൈയടി പ്ലീസ്. അപ്പൊ ടീം ബിയിലേക്ക് നമുക്ക് പോവാം. ടീം ബിയിലേക്ക് പോകുമ്പോൾ ആദ്യം ഇരിക്കുന്നത് ഒരു ഒന്നൊന്നര വില്ലത്തിയാണ്. ആ കുട്ടിയെ എനിക്കറിയാം. സി കേരളത്തിൽ വളരെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സീരിയൽ ഏതാണ് സൂരജ്? അല്ലിയാമ്പലിലെ വില്ലത്തിയാണ് ഈ ഇരിക്കുന്നത്. രണ്ടാമത്തെ വില്ലത്തിയാണ്. കാരണം അതിൽ അല്ലിയാമ്പലിൽ ഒരു വില്ലത്തിയൊന്നും പോരാ, രണ്ട് വില്ലത്തിയും വേണം. മെയിൻ വില്ലത്തിക്ക് വരാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അസിസ്റ്റന്റ് വില്ലത്തി വിട്ടത്. അതാണോ? അതൊരു വില്ലത്തിയാണ്, ഇതൊരു വില്ലത്തിയാണ്. ഇത് വേറൊരു വില്ലത്തി, ഇത് വേറൊരു വില്ലത്തി. അടിപൊളി. വില്ലത്തികളോട് വില്ലത്തികളാണ് അതിനകത്ത്. നിങ്ങൾ എങ്ങനെയാണ് വില്ലത്തികളായിട്ട് മാറുന്നത്? ക്യാരക്ടർ വൈസ് വില്ലത്തികളാക്കുന്നത് ഞങ്ങളെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. വില്ല ലുക്ക് ഉണ്ട്, വന്നോളൂ. അതാണ് ആ നിങ്ങൾക്ക് വില്ലത്തികളുടെ പ്രത്യേകത ഗ്ലിസറിന്റെ ആവശ്യമില്ല. ഗ്ലിസറിന്റെ ആവശ്യമില്ല. നിങ്ങൾ എപ്പോഴും വൈകുന്നേരം കിടക്കാൻ സമയത്ത് ഈ തൈലമൊക്കെ ഉപയോഗിച്ച് തടവിട്ടാണ് കഴുത്ത്. കാരണം നിങ്ങൾക്ക് ഇത് സത്യമാണ് ആവശ്യമുണ്ടല്ലേ? കാരണം കഴുത്തിന് കോച്ചുവാദം പിടിക്കാറുണ്ടോ? ഒന്ന് കാണിച്ചു കൊടുത്ത ആ വില്ലനിസം. இன்னைக்கு துர்காஷ்டமி, உன்னை கொன்னு உன் ரத்தத்தை குடிச்சு ஓங்காரம் ஆடிடுவேன். തൊട്ടപ്പുറത്തിരിക്കുന്ന ആള്, അയാളുടെ പേര് തന്നെ ഒരു വെറൈറ്റി ആണ്. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു പേരായിരിക്കും. ചരിഷ്മ. കരിഷ്മയുടെ ആരെങ്കിലും ആണോ? കരീന കരിഷ്മയുടെ അടുത്ത ബന്ധുവായിട്ട് വരും. അടുത്ത ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിഷ്മ എന്നുള്ള പേര് വന്നതിന്റെ കഥ എന്ന് പറഞ്ഞെടുത്തേ. അച്ഛന്റെ പേര് ചന്ദ്രബാബു, അപ്പൊ പിന്നെ കരിഷ്മ നേടാൻ പറ്റില്ല. ചരിഞ്ഞിരിക്കുന്നുണ്ടാണ് ചരിഷ്മ എന്നിട്ട്. അതാണോ? ഏറെക്കുറെ. പക്ഷെ ഞാൻ കേട്ടു ചമ്മി ചമ്മി എന്ന് എപ്പോഴും വീട്ടിലുള്ളവർ വിളിക്കാറുണ്ടെന്ന്. പുറത്തുള്ളവർ വിളിക്കാറുണ്ട്. പുറത്തുള്ളവർ ചമ്മി ചമ്മി എന്ന്. ചരിഷ്മയെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുകയാണെങ്കിൽ നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഈ സൂരജിനെ കണ്ടിട്ട് ഇവന്റെ മേക്കപ്പിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? പരിധി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പരിധി ഉണ്ട്. ആ മിനിമം ലെവലിൽ ഞാൻ സൂപ്പറാണ് അല്ലേ? അപ്പൊ തൊട്ടപ്പുറത്തിരിക്കുന്ന ആ ഒരു സുന്ദരി നമ്മുടെ ബോയിങ്ങിന് അതിരുകളില്ലാതെ സംസ്ഥാനങ്ങൾ ഭേദിച്ച് മുന്നോട്ടിക്കൊണ്ടിരിക്കുന്നു. ആന്ധ്രയിൽ നിന്ന് വന്ന ഐശ്വര്യ. ఎలా ఉన్నావు? బాగున్నాను. అవునా? ఏను నీకంటే ఇష్టమా? అంటే అంటే താനെ ഉണ്ട அந்த ബാഹുബലിയിലെ ഒരു ഭാഷയില്ലയാ, അത് തെരിയുമാ? தெரியாது. നിണ്ട தெரியலையா? தெரியாது. அது ஏது ഭാഷ தெரியுமா? அது என்ன பாஷைன்னு தெரியாது. അത് ദൈവം ഉണ്ടാവും മുമ്പേ ഉണ്ടായ ഭാഷ. അപ്പൊ എന്തായാലും നമുക്ക് മനസ്സിലായി. വളരെയധികം ഇൻട്രസ്റ്റിംഗ്, അതുപോലെ വളരെയധികം രസകരമായിട്ടുള്ള കുറേ മത്സരാർത്ഥികൾ, കണ്ടസ്റ്റൻസ് ആണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന പ്രേക്ഷകർക്ക് ആ വിശ്വാസം ഞാൻ തരുന്നു. ഇന്നത്തെ എപ്പിസോഡും ഒരു ധമാക്ക എപ്പിസോഡായിരിക്കും. യു ആർ വാച്ചിങ് ബോയിങ് കോ-പവർഡ് ബൈ Damro Furniture. ബോയിൽ സാധാരണ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു റൗണ്ട് ആയിരുന്നു നീ പോ മോനെ ദിനേശ. പക്ഷേ ആ ഒരു സെഗ്മെന്റ് കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ കൂടെ മാറ്റി വെച്ചപ്പോൾ അടുത്ത ഒരു സെഗ്മെന്റ് വന്നു. പക്ഷെ ഇപ്പോൾ ജനങ്ങൾ ആദ്യമായിട്ട് ചോദിക്കുന്നതും അതിനെക്കുറിച്ച് പറയുന്നതും ഏതാണ് സൂരജ്? സവാരി ഗിരിഗിരി. നമ്മൾ സവാരി ഗിരിയിൽ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ബാഹുബലി ബോയ്സ് ആണ്. ബാഹുബലി ബോയ്സ്. എന്താണ് ഈ ഗെയിം? സവാരി ഗിരി ഗെയിമിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് കാണാവുന്ന ഈ റാം വാക്ക് പോലത്തെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ നിങ്ങളുടെ കയ്യിൽ കയറുമ്പോൾ 2 ബക്കറ്റ് വെള്ളമുണ്ട്. 2 ബക്കറ്റ് വെള്ളം എടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ആ ബക്കറ്റിലെ വെള്ളം നിങ്ങളുടെ ബീക്കറിൽ നടക്കുക. എ ടീമിന്റെ ബീക്കറാണ് അവിടെ, ബി ടീമിന്റെ ബീക്കറാണ് ഇവിടെ. ഈ ബീക്കർ ഏറ്റവും കൂടുതൽ ആരാണോ ഫില്ല് ചെയ്യുന്നത് അവർക്ക് 300 പോയിന്റ് കിട്ടും. മറ്റേ ടീമിന് 0 ആയിരിക്കും പോയിന്റ്. ടോട്ടൽ 12 ബക്കറ്റ് വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് 2 ചാൻസ് കിട്ടും പോകാൻ. മത്സരിക്കാനായിട്ട് ടീം എയിൽ നിന്ന് ആ ചുണക്കുട്ടികൾ 3 പേരെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. സവാരി ഗിരിഗിരി മത്സരം സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമാണ്. നിങ്ങൾ പ്രേക്ഷകർ റെഡിയാണ്? നിങ്ങൾ റെഡിയാണോ? സവാരി ഗിരിഗിരിയിൽ മത്സരിക്കാനായിട്ട് ടീം എയിൽ നിന്ന് ഞാൻ ആദ്യം ക്ഷണിക്കുന്നു അഞ്ജലി റാവ്. അഞ്ജലി, സാധാരണ ഏറ്റവും കൂടുതൽ എന്താ പറയുക പ്രേക്ഷകരുടെ ശാപവും
ചീത്തവിളിയും എല്ലാം ഏറ്റു വാങ്ങിയിരിക്കുകയാണ്. ഈ സീരിയലിലെ വില്ലത്തിക്ക് ഈ ബാഹുബലി ബോയ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? അണ്ണ പ്ലീസ് സീരിയലിലെ നായിക ഇതുപോലെ തള്ളിയിട്ടിട്ടുണ്ടോ? സ്വാതി, ഒരുപാട് സീൻസ്. അതിന്റെ പണി പ്രേക്ഷകർ ഇപ്പൊ ആലോചിക്കുന്നുണ്ട്. ഈ കുട്ടിക്ക് നല്ല പണി കിട്ടണമെന്ന്. പക്ഷേ ഞാൻ തല്ലില്ല, സ്വാതിയാണ് വേദ അടിക്കും. അപ്പടിയാ? അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ കാണുന്ന പ്രേക്ഷകർ ആലോചിക്കുന്നത് ഇയാൾ വീഴാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ഇയാൾ വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾ ദ ബെസ്റ്റ്. Thank you. ഓൾ ദ ബെസ്റ്റ്. ബി കോൺഫിഡന്റ്. ഡോണ്ട് ലൂസ് ദ ഗെയിം. സോദിയുടെ നീലിന്റെ ജീവിതത്തിൽ ഒരു വലിയ തടസ്സമായി നിൽക്കുന്ന വേദ എന്ന ഈ പെൺകുട്ടി ഈ തടസ്സത്തെ അതിജീവിച്ച് തിരികെ വരികയാണെങ്കിൽ ഈ പ്രേക്ഷകരുടെ ഇഷ്ടം തിരികെ വരും. ഇത് അങ്ങനെയല്ല പറയേണ്ടത്. സ്വാതിയുടെയും നീലിന്റെയും ജീവിതത്തിൽ വെല്ലുവിളിയായി നിൽക്കുന്ന ഈ കുട്ടി ഈ കടമ്പ അതിജീവിക്കുമോ ഇല്ലയോ കാത്തിരുന്ന് കാണാം. നിനക്ക് ഏറ്റവും പറ്റിയ പണി അളിയാ ഇതാണ്ട. നല്ല കാശുള്ള പണിയാണോ? ശരി ശരി. Your time starts now. 3, 2, 1, go. ബക്കറ്റ് വെള്ളം വെള്ളം. അടുത്ത ആൾ വരും. വിവാഹം എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമായിട്ട് കാണുന്ന പെൺകുട്ടിയാണ്. ഇത് കാണുന്ന ഓരോ പയ്യന്മാരോടും ഞാൻ പറയാണ്, ഈ കുട്ടി നല്ല ജോലി ചെയ്യുമെന്ന് നമുക്ക് ഇത് കണ്ടിട്ട് പറയാം. ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് പോയി. ജീവിതമാണ് ഇത്, ജീവിതം വെച്ചിട്ടുള്ള പോരാട്ടമാണ്. എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല, ഞാൻ അത് പോയിട്ട് തിരിച്ചു വരാം. ഈ കടമ്പ സേഫ് ആയിട്ട് കടന്നു കഴിഞ്ഞാല് ഒരുപാട് ചെറുപ്പക്കാര് പ്രപ്പോസൽ ആയിട്ട് വരും. ഇത്രയും കഴിവുള്ള ഒരു ടാലന്റ് ഉള്ള കുട്ടിയല്ലേ, അത് മാത്രം ആലോചിച്ചാൽ മതി. അത് മാത്രം ആലോചിച്ചാൽ മതി. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഓക്കേ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. Your time starts now. 3, 2, 1, go. Wow! Very good, very good, very good. പന്ത്രണ്ട് ബക്കറ്റിൽ 6 ബക്കറ്റില് 5 ബക്കറ്റ് ഫിനിഷായി, 1 ബക്കറ്റ് മൊത്തത്തിൽ ഫിനിഷായി. അപ്പോ ഇനി 6 ബക്കറ്റുമായിട്ടാണ് അടുത്ത് വരുന്നത് അഞ്ജലി റാം. Your time starts now. 3, 2, 1, go. Your time starts now. 3, 2, 1, go.
now 3, 2, 2, 1. 1. You can go. അതിഗംഭീരമായിട്ടുള്ള മത്സരമായിരുന്നു ഈ ബക്കറ്റും വെള്ളവുമായിട്ട് ഇവർ കാഴ്ചവെച്ചത്. പക്ഷേ ഇതിന്റെ വിധി തീരുമാനിക്കേണ്ടത് നിങ്ങളും ഞങ്ങളുമാണ്. പക്ഷേ അതിനു മുന്നേ നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് പോകാം. This is Boing Co-powered by Amro Furniture. Have a short break. Boing, boing. Yes, welcome back to the show. This is Boing Co-powered by Amro Furniture. സൂരജ്, ആ. ടീം എ അതിഗംഭീരമായിട്ട് മത്സരം കാഴ്ചവെച്ചു. പക്ഷേ ടീം ബിയിലാണ് ഇനി നമ്മൾ വിധി തീരുമാനിക്കുന്നത്. ടീം ബിയുടെ പടക്കുതിരകൾ റെഡി അല്ലേ? അല്ലേ? പടക്കുതിരകൾ. ബാഹുബലിയോട് ഏറ്റുമുട്ടാൻ നമ്മൾ തയ്യാറാണ്. അപ്പൊ ഓടിവാ. യെസ്, അപ്പോ ദീപ ആ. ദേ എന്റെ പടക്കുതിരകളെ കണ്ടോളൂ. ഞാൻ റെഡിയാണ് കാണാൻ വേണ്ടിയിട്ട്. യുദ്ധത്തിന് അവര് റെഡിയാണ്. ആ. നീതു വരുന്നു ആദ്യത്തെ അംഗത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ ലക്ഷ്യം ആ ബീക്കർ ഇതാണ്, ഇപ്പുറത്താണ്. ഇതാണ് ലെഫ്റ്റിലാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 ഗോ. നീതു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞെങ്കിലും പക്ഷേ എവിടെയോ ഒന്ന് പാളിപ്പോയി. ബക്കറ്റ് എടുക്കാം. ഓൾ ദ ബെസ്റ്റ് ഗോ. ഫിനിഷ് ചെയ്തോ. You can. Yes. അതാ. ഇറങ്ങിക്കോളൂ. അത് ഫില്ല് ചെയ്യും. ഇറങ്ങിക്കോളൂ. ആ ബക്കറ്റ് എടുത്ത് ഫില്ല് ചെയ്യും. എന്റെ നെക്സ്റ്റ് ആയുധം ഇറ്റ് ഈസ് ചരിഷ്മ. ചരിഷ്മ അതാ കടന്നു വരികയാണ് 2 ബക്കറ്റ് വെള്ളമായിട്ട്. ഇവരുടെ ഓൾ ദ ബെസ്റ്റ് പറയട്ടോ അതോ ഒന്നുമില്ല, അവരെനിക്ക് പണി തരുന്ന പക്ഷേ ഒരു ഓൾ ദ ബെസ്റ്റ് ചരിഷ്മയോട് പറയണം. ഓൾ ദ ബെസ്റ്റ് ചരിഷ്മ. Thank you. Your time starts now. 3, 2, 1 go. വെള്ളം വെച്ചാൽ പൊക്കിപ്പിടി. അയ്യോ, ആദ്യമേ അവളെല്ലാം കമ്മിറ്റി. ഇറങ്ങി. ഇതെന്താ പരിപാടി? ഇതെന്താ കഴിഞ്ഞത്? ഇതെന്താ മുങ്ങി കുളിക്കായിരുന്നോ? എൻജോയ് ചെയ്യായിരുന്നാ? ഈ ബക്കറ്റിലൂടെ എടുക്കും. ഈ ബക്കറ്റ് അതിലേ വാ. Good. Finish. അടിപൊളി. സോ ചരിഷ്മയ്ക്ക് ചരിത്രം രചിക്കാനായില്ല. ഇനി ഞാൻ ആ ഒരു ചരിത്രം രചിക്കുന്ന ഉത്തരവാദിത്തം എന്റെ പ്രിയപ്പെട്ട ഐശ്വര്യ ഏൽപ്പിക്കുകയാണ്. ഐശ്വര്യമായിട്ട് വരൂ. Your time starts now. 3, 2, 1 go. Ready? Go. ബക്കറ്റ് എടുത്തോളൂ. ബക്കറ്റ് കളക്ട് ചെയ്യൂ. ഇറങ്ങിക്കോ. അതാ സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാണ്. സെക്കൻഡ് റൗണ്ടിൽ വീണ്ടും വേദിയിലേക്ക് എത്തുന്നു നീതു. 6 ബക്കറ്റ് വെള്ളവും ടീം ബി പാഴാക്കി. പക്ഷേ ഇനിയുള്ള 6 ബക്കറ്റിലാണ് എല്ലാ പ്രതീക്ഷയും. ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 ഗോ. ബക്കറ്റ് കളക്ട് ചെയ്യുക. തിരിച്ച് ബാക്ക് ടു പൊസിഷൻ വരിക. ഇങ്ങനെ വാ. Go.
സെലക്ട് ചെയ്യുക പ്ലീസ്. ഓക്കെ ഗോ. വീണ്ടും ചരിത്രം സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചരിഷ്മ. നമ്മുടെ ടീം ബിയുടെ എല്ലാ പ്രതീക്ഷയുമായിട്ട് 2 ബക്കറ്റ് വെള്ളമായിട്ട് ചരിഷ്മ ദാ വരികയാണ്. ബാഹുബലി ബോയ്സ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 go. ഇറങ്ങിക്കോ. ഞങ്ങൾ ഇവിടുന്ന് എടുത്ത് പൊക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ പിടിച്ചേരാം. ഇപ്പൊ പിടിച്ചേനെ. ബാക്ക് ടു സെന്റർ, ഗോ. ബക്കറ്റ് എടുത്തോ. ആ ബക്കറ്റ് എടുത്തോ. സെന്ററിലോ. ഓക്കെ ഗോ. ഫിനിഷ്. ഇറങ്ങിക്കോ. Done. Very Done. good. Super. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു കുട്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ കുട്ടിയാണ് അടുത്ത് വരാൻ പോകുന്നത്. 2 ബക്കറ്റ് വെള്ളമായിട്ട് എല്ലാ പ്രതീക്ഷയും, സൂരജിന്റെ എല്ലാ പ്രതീക്ഷയും. ഐശ്വര്യ, ഈ ബക്കറ്റിൽ ഒരു ബക്കറ്റ് അവിടെ എത്തിച്ചുകഴിഞ്ഞാൽ നമ്മൾ ജയിക്കും. ഐശ്വര്യ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 Go. Center, go. Okay, ഇറങ്ങിക്കോളൂ. Good job. രണ്ട് ടീമുകളുടെയും അംഗം കഴിഞ്ഞു. ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമ്മൾക്ക് ബാക്കി കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ കടമ്പ എന്താണ്? നമ്മുടെ ടീം എ ഇവിടെ ക്ഷണിക്കണം. ടീം എ പ്ലീസ് കം. ഇനിയാണ് ഈ ബീക്കറിൽ ആരാണ് ഏറ്റവും കൂടുതൽ വെള്ളം നിറച്ചതെന്ന് അറിയാൻ വേണ്ടി ഞാനും സൂരജും ബീക്കർ മെഷർ ചെയ്യാൻ പോവുകയാണ്. സൂരജ് റെഡി? പ്ലീസ് കം. നോ ഡൗട്ട് സൂരജ്. ഇതിലുണ്ട് 10-30 ഉള്ളി. നോ ഡൗട്ട്. നമ്മുടെ സവാരിഗിരിയിൽ മത്സരം അവസാനിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ഇപ്പൊ കൺഫ്യൂഷനെല്ലാം തീർന്നിരിക്കുകയാണ്. അതിന് മുന്നേ എന്റെ ടീം ബി എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പറയൂ നീതു. ഇത് സവാരി ഗിരിഗിരിയല്ല, മരണക്കിണറായിരുന്നു. അടുത്ത ആള്. മരണക്കിണറിൽ പറന്നു വന്ന ആൾക്കാരാണ് നിങ്ങൾ. എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. വളരെ എൻജോയ് ചെയ്തു. ഒരുപാട് എൻജോയ് ചെയ്തു. വെരി ഗുഡ്. നല്ലൊരു കൈയടി ഓഡിയൻസ്. ഇവിടെ ഏറ്റവും ഭംഗിയായിട്ട് ചാടിയ ആള് ചരിഷ്മയാണ്. ചരിത്രം സൃഷ്ടിച്ചതിൽ somewhat good. അല്ല, കുട്ടി ഒരു തിരുമൽ ചികിത്സയ്ക്ക് പോവാതിരിക്കായിരുന്നു. അതിപ്പോ ഇവിടുന്ന് ചെലവില്ലാണ്ട് കഴിഞ്ഞു. ഫ്രീ ആയിട്ട് കിട്ടി. അടുത്ത ടീം എ നമ്മുടെ വില്ലെത്തി. കാരണം പ്രേക്ഷകരെല്ലാം മനസ്സിലായിട്ടുണ്ട്. കാരണം കുറച്ച് ഇടിയൊക്കെ ഇവിടുന്ന് ബാഹുബലി ബോയ്സിൽ നിന്ന് കിട്ടി. പക്ഷേ ഇനിയെങ്കിലും സ്വാതി നക്ഷത്രം ചോദ്യം നന്നാവുമോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് അഞ്ജലി റാവു? സൂപ്പർ. എൻജോയ്. ഓക്കെ, അടുത്ത ആള്. നന്നായിട്ട് എൻജോയ് ചെയ്തു. പറന്നൊക്കെ പോയി. നന്നായിട്ട് എൻജോയ് ചെയ്തു. അടുത്ത ആള്. ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ജോളിയാണ്, എൻജോയ് ചെയ്താ. ഓക്കെ, 2 ടീമും നല്ല എൻജോയ് പണ്ണിന്ന് പറയുന്ന ആള് ഇപ്പുറത്ത് ചാരി നിൽക്കാണ്. അപ്പോ ടീം എയും ടീം ബിയും അതിഗംഭീരമായിട്ടുള്ള മത്സരമായിരുന്നു. ഈക്വലി അവർ വളരെയധികം നല്ല രീതിയിൽ തന്നെ മത്സരിച്ചു. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ മത്സരത്തിന്റെ അവസാനം ഒരാൾക്ക് മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. അത് ഞങ്ങളുടെ മുന്നിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ പോലെ ക്ലിയർ ആണ്. അതാരാണ് സൂരജ്? നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് ടീം എ. പക്ഷേ ഭാഗ്യം മാത്രമല്ല, അവരുടെ പ്രയത്നവും ഉണ്ടായിരുന്നു. നല്ലൊരു കൈയടി ടീം എക്ക്. 300 points goes to team A. ഈ സന്തോഷം ആഘോഷിക്കാൻ എന്റെ ടീം എക്ക് കുറച്ച് സമയം നിങ്ങൾ പ്രേക്ഷകർ അനുവദിക്കണം. This is Boing Boing co-powered by Tamro Furniture. Have a short break. Boing. Welcome back to the show. This is Boing co-powered by Tamro Furniture. സൂരജ്, സാധാരണ ബോയിന്റെ പ്രിയ പ്രേക്ഷകർ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഗെയിമിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരണ്ടേ? തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഗെയിമിൽ എപ്പോഴും ഞങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരുന്നതാണ്. ഇന്നത്തെ സാധാരണ മുന്നേ നിങ്ങൾ കണ്ടിട്ടുള്ളത് തോമസ് കുട്ടി വിട്ടോട റൗണ്ടാണ്, 2ാമത്തെ റൗണ്ട്. പക്ഷെ തോമസ് കുട്ടി വിട്ടോട റൗണ്ട് മൊത്തത്തിൽ പൊളിച്ച് ഞങ്ങൾ എന്താക്കി? ചിൽ
സാറ ചിൽ റൗണ്ടില് പഴയതുപോലെ റോളിംഗ് ട്യൂബ് കാണാം, പക്ഷെ ഡോങ്ങിന്റെ സ്ഥാനത്ത് ഒരു ബാസ്ക്കറ്റ് കാണാം. ആ ബാസ്ക്കറ്റിന്റെ ഒരു സൈഡിൽ റെഡ് കാണാം, ഒരു സൈഡിൽ ഗ്രീൻ കാണാം. ഓപ്പോസിറ്റ് ടീം ബിക്ക് റെഡ് ഉണ്ട്, അതുപോലെ എ ടീമിന് ഗ്രീൻ ഉണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ടീം എയിൽ നിന്നും ടീം ബിയിൽ നിന്നും രണ്ടുപേരും രണ്ട് പൊസിഷനിൽ പോവുക. നിങ്ങൾ നേരെ നിങ്ങളുടെ ടൈം പറയുമ്പോൾ റൺ ചെയ്യുക. റൺ ചെയ്തിട്ട് അവിടെ ഒരു സ്പ്ലിറ്റ് രണ്ട് ബോർഡ് കാണാം, റെഡും കാണാം ഗ്രീനും കാണാം. നിങ്ങളുടെ കയ്യിലുള്ള അതേ കളർ ബോൾ അതേ ഭാഗത്ത് ഇടുക. കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ സപ്പോസ് ഗ്രീനുള്ള ആള് റെഡിലാണ് ഇടുന്നുണ്ടെങ്കിൽ പോയിന്റ് റെഡിനായിരിക്കും കിട്ടുക. ഓക്കെ, നമുക്ക് പോയിന്റ് ഉണ്ടാവില്ല, നമ്മുടെ ടീമിന് പോയിന്റ് ഉണ്ടാവില്ല. ഓപ്പോസിറ്റിന്റെ ബാസ്ക്കറ്റിലാണ് ഇടുന്നെങ്കിൽ നമുക്ക് പോയിന്റ് ഉണ്ടാവില്ല, മറ്റേവർക്ക് പോയിന്റ് കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കയ്യിലേക്ക് അതേ ബോളിനെ നിങ്ങൾ ഓപ്പോസിറ്റ് ടീമിന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പോയിന്റ് ഗോസ് ടു ദം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്നത് ആ പോയിന്റ് അവിടെയും പോകും, പണിഷ്മെന്റ് ഇങ്ങോട്ടും വരും. 50 പോയിന്റ് ആയിരിക്കും ഓരോ ബാസ്ക്കറ്റിൽ ബോൾ ഇടുന്നതിന് ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾക്ക് സാധാരണ ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഐസ്ക്രീം ഏതാണ്? ലാസ ഐസ്ക്രീം. ലാസ ഐസ്ക്രീം. നിങ്ങൾക്കോ? ലാസ ഐസ്ക്രീം. ചിൽ സാറ ചിൽ എന്നുള്ള ഈ ഒരു റൗണ്ട് ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഇനാഗുറൽ ഓഫർ ആയിട്ട് ലാസ ഐസ്ക്രീം നിങ്ങൾക്ക് സമ്മാനമായിട്ട്. പക്ഷെ അത് ചുമ്മാ കിട്ടില്ല, വിൻ ചെയ്യുന്ന ആളിന് മാത്രമേ കിട്ടുള്ളൂ. ഓപ്പോസിറ്റ് ടീമിന് പണിഷ്മെന്റ് കിട്ടും. All set? Got it? All set? Ready? ചിൽ സാറ ചില്ലിൽ മത്സരിക്കാനായിട്ട് ടീം എയിൽ നിന്ന് അഞ്ജലി റാവു and ടീം ബിയിൽ നിന്ന് നീതു. All set? റൺ പറഞ്ഞതിന് ശേഷം മാത്രം ഓടുക. റൺ പറഞ്ഞതിന് ശേഷം, അതിന് മുന്നേ ഓടിക്കഴിഞ്ഞാലും പണിഷ്മെന്റ് കിട്ടും. Your time starts now. 3, 2, 1, run. അഞ്ജലി go. Go, ആലോചിച്ചിരിക്കില്ലേ? Go, yes, go, ഓട്, run. ഇതു ആൻഡ് അഞ്ജലി റാവു എന്താ പറ്റിയേ? ഞാൻ ഫസ്റ്റ് റൺ പറയുമ്പോൾ ഓടി. നീതു എന്താ ചെയ്തത്? നീതു ഇങ്ങനെയുള്ള ഒരാളെ വില്ലത്തിയാക്കിട്ട് എങ്ങനെയാ വെക്കുക? ആ സീനിൽ നിന്ന് വില്ലത്തി സ്ഥാനം കട്ട് ചെയ്തിട്ട് വല്ല കോമഡി കഥാപാത്രങ്ങൾ കൊടുത്തേക്ക്, അതൊക്കെ നല്ലത്. അപ്പോ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട, ചിൽ സാറ ചില്ലിൽ നിങ്ങൾക്ക് പോയിന്റ് നേടാൻ സാധിച്ചില്ല. പക്ഷേ നമ്മുടെ ബില്ലു റെഡിയാണ്. ബില്ല് വരുന്നതിന് മുമ്പ് ഇവരെ കൊണ്ട് വെള്ളത്തിൽ ഡാൻസ് കളിപ്പിക്കണം. എന്തായാലും വേണം. മ്യൂസിക് പ്ലീസ്. രണ്ട് വില്ലത്തിമാരെന്തെ നനഞ്ഞു കുളിച്ച് വന്നിരിക്കുകയാണ്. പക്ഷേ ഇനിയാണ് ചിൽ സാറ ചില്ലിലെ മനോഹരമായിട്ടുള്ള സെഗ്മെന്റ്, പണിഷ്മെന്റ്. ബില്ലു പ്ലീസ് കം. ബില്ലു എല്ലാം സെറ്റ് അല്ലേ? ഇതെടുത്തേ. ഐസ്ക്രീം. നമ്മൾ ഇവര് പറഞ്ഞതുപോലെ ലാസ പണിഷ്മെന്റ് കൊടുക്കാനായിട്ട് ഐസ്ക്രീം തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇതിലെ പണിഷ്മെന്റ് വളരെ സിമ്പിൾ ആണ്. രണ്ടുപേർക്കും പോയിന്റ് കിട്ടാത്തതുകൊണ്ട് രണ്ട് പണിഷ്മെന്റ് കൂടെ ഞങ്ങൾ ഏറ്റു മേടിക്കുകയാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി പോരിട്ട് ഞങ്ങളുടെ വായിലേക്ക് വെച്ച് തരാം. റെഡി? ഞാൻ മാംഗോ സെലക്ട് ചെയ്തു, നീ വാനില സെലക്ട് ചെയ്യുക. ഓക്കെ, രണ്ടുപേരും സ്പൂണ് കറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുക, വാ കൊണ്ട് ഹോൾഡ് ചെയ്യുക. ഇനി സ്പൂണ് താഴെ പോയി കഴിഞ്ഞാൽ അടുത്ത പണിഷ്മെന്റ് വരും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചിൽ സാറ ചിൽ റൗണ്ട് എനിക്ക് പെരുത്ത് ഇഷ്ടമായി. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾ ടീം എക്കും ടീം ബിക്കും വീണ്ടും ഞങ്ങളെ കഴിപ്പിക്കാൻ തോന്നും. പക്ഷേ ഞങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ പോയിന്റ്സുകളാണ്. അതുകൊണ്ട് ടീം എയിൽ നിന്ന് ഞാൻ ക്ഷണിക്കുന്നു അശ്വതി മുകുന്ദൻ, ടീം ബിയിൽ നിന്ന് ചരിഷ്മ. Your time starts now. 3, 2, 1, run. ചരിഷ്മയ്ക്കാണ് ഒരു ബോൾ ഇടാൻ പറ്റിയത്, അശ്വതിക്ക് ബോൾ ഇടാൻ സാധിച്ചില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒരു മ്യൂസിക് തരും. ഡാൻസ് കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മുടെ ആചാരം തുടങ്ങുന്നതാണ്. മ്യൂസിക് പ്ലീസ്. ചില്ലിൽ പണിഷ്മെന്റ് സെഗ്മെന്റും റെഡിയാണ്. ഇവിടെയാണ് പോയിന്റ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ പോയിന്റ് നേടാൻ സാധിച്ചില്ല. ഏത് ഫ്ലേവർ ആണ് ഇഷ്ടം? മാംഗോ ആണോ വാനില ആണോ? മാംഗോ. അപ്പോൾ ടാസ്ക് ഇവിടെയാണ്. ഈ സ്പൂൺ എടുക്കുക, മാംഗോ ഐസ്ക്രീം എടുക്കുക, എന്നിട്ട് ഒന്ന് കൊതിക്കുക, എന്നിട്ട് കൊടുക്കുക.
ഇമാതിരി ഗതികേട ഒരു മനുഷ്യന്. Okay, ഇതിലും അടുത്ത. വലിയൊരു ഗതികേട് വരുത്തരുതേ ഈശ്വരാ. എന്ത് ശിവനെ. സൂരജ്, നിനക്ക് വേറൊരു കാര്യം അറിയോ? ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിലേ ഈ കുട്ടി വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കാണാം അവർക്ക് കാണാം കേട്ടോ. ടീം എ വീണ്ടും ഒരിക്കൽ കൂടെ ക്ഷണിക്കാം. ടീം എയിൽ നിന്ന് ഞാൻ ക്ഷണിക്കുന്നു താര ആൻഡ് ഐശ്വര്യ. Okay, your time starts now. 3, 2, 1, run. Go. രണ്ടുപേർക്കും ഇത്തവണ പോയിന്റ് നേടാം. പക്ഷെ താര നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. നല്ലൊരു കൈയടി കൊടുക്കും. ഈ കുട്ടികൾ നമ്മളെ മധുരം തീറ്റിച്ച് കൊല്ലുവളിയാ. എനിക്ക് ഷുഗറിൽ തീരെ താല്പര്യം. നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് ഞങ്ങളെ പ്ലീസ്. പക്ഷെ പിടിക്കും. എടുത്ത് വെച്ചു കൊടുക്കും. കുറച്ച് മതി. മത്സരം ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം ഇനിയും പണിഷ്മെന്റ് ഉണ്ട്, ഇനിയും ഇതുപോലെ ബോൾ എറിയുന്ന റൗണ്ടും ഉണ്ട്. സോ ലെറ്റ്സ് വെൽക്കം ടീം എയിൽ നിന്ന് ഞാൻ ക്ഷണിക്കുന്നു അഞ്ജലി റാവ്. ടീം ബിയിൽ നിന്ന് അഗൈൻ നീതു. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 go. അഞ്ജലി go. ഓക്കെ, അപ്പൊ അഞ്ജലി എന്തായാലും എന്താ പറ്റിയത് ആക്ച്വലി അടുത്ത് പറയും. ഞാൻ ട്രൈ ചെയ്തത് ആ, ബോൾ അതിൽ വിടണോന്ന്, പക്ഷേ കാൽ സ്ലിപ്പ് ആയി പോയി. അപ്പൊ ഞാൻ അതിൽ ഹാങ് ആയി പോയി. ഈ ഞാണിന്മേൽ കളി എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് ബാസ്കറ്റിൽ മേൽ കളിയാണ്. അടുത്ത ആള് എന്താ പറ്റിയേ? കണ്ടില്ല, ഒന്നും കണ്ടില്ല. ഒന്നും എവിടോട്ടോ കണ്ടില്ല. എറിഞ്ഞ് എവിടോട്ടോ വീണു. എവിടെയോട്ടോ വീണു. സൂരജ്, ഞങ്ങൾക്ക് അങ്ങേയറ്റം ഈ സാധനം കഴിച്ചു മടുത്തു. ഐസ്ക്രീം ഇനി വേണ്ട. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ഇത്തവണ ഐസ്ക്രീം കൊടുക്കാൻ പോകുന്ന ആളുടെ മുഖം ഞാൻ കാണിച്ചതാ. ദേ ബില്ലു. മാങ്കോ ആണോ വാനിലയാണോ ഇഷ്ടം? ഓക്കെ ശരി. இந்த பொண்ணும் இந்த வேனிலையும் பிடிச்சிருக்கு ரொம்ப. അപ്പൊ എന്തായാലും ബില്ലുവിന് ഈ സെഗ്മെന്റ് വളരെ ഇഷ്ടപ്പെട്ടു. ബില്ലു ഓക്കെ, ഹാപ്പിയാ? ഹാപ്പി. ഓക്കെ, ടീം എയിൽ നിന്ന് ബോൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിട്ട് താര. ടീം ബിയിൽ നിന്ന് ഐശ്വര്യ. ഐശ്വര്യ, all the best. Your time starts now. 3, 2, 1 go. Run. Wow! Very good team A, very good. Okay, ഇത്തവണ എന്തായാലും താരയ്ക്ക് 50 പോയിന്റ്സ് ഇട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കൊരു മ്യൂസിക് വേണം. ഇതുവരെയായിട്ട് പണിയെടുത്ത ആൾക്കൊരു കൂലിയും കിട്ടിയിട്ടില്ല. സോ ഇത്തവണ പോയിന്റ് കിട്ടിയ ആൾക്ക് പോയിന്റ് കിട്ടാത്ത ആള് കൊടുക്കുക. ചിലിന്റെ മത്സരം ഇവിടെ അവസാനിക്കുമ്പോൾ ടീം എ നേടിക്കുന്നത് 50 പോയിന്റ്സ്, ടീം ബി ഓൾസോ 50 പോയിന്റ്. അപ്പോൾ ഇനി ചിൽസാറ ചില്ലും അതുപോലെ നമ്മുടെ സവാരി ഗിരി മത്സരം അവസാനിക്കുമ്പോൾ ടോട്ടൽ ടീം എ നേടിക്കുന്നത് 350 പോയിന്റ്സ്. നല്ലൊരു കയറി. ടീം ബി 50 പോയിന്റ്. പക്ഷേ എപ്പോഴും പറയുന്ന പോലെ മത്സരത്തിന്റെ ഗതി മാറുന്ന റൗണ്ടാണ് ഇനി വരാൻ പോകുന്ന. പ്രേക്ഷകർ നിങ്ങൾക്കും ഞങ്ങൾക്കും ചെറിയൊരു ഇടവേളയ്ക്ക് സമയമാണ്. This is Boing Boing co-powered by Lasa Ice Cream and Damaro Furniture. Have a short break. Boing, boing.
Yes, welcome back to the show. This is Boing Boing, co-powered by Lasa Ice Cream and Damro Furniture. നമ്മുടെ ഈ ഒരു ഗെയിമിന്റെ ഏറ്റവും അവസാനത്തേതും ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. ഇറ്റ് ഈസ് താമരശ്ശേരി ചുരം. അപ്പൊ താമരശ്ശേരി ചുരം ഒറിജിനലി കയറിയ ആൾക്കാരുണ്ടോ ഇതില്? ഇല്ല. ആരും ഒറിജിനലി താമരശ്ശേരി ചുരം ആരെങ്കിലും കയറിയിട്ടുണ്ടോ? ഇല്ല. ഇതാണ് അതിനുള്ള അവസരം. ദേ ഓരോ 1.5 ചുരം റെഡിയാണ് അവിടെ. താമരശ്ശേരി ചുരം കയറാൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? പ്രേക്ഷകർ നിങ്ങൾ റെഡിയാണോ? അപ്പോൾ താമരശ്ശേരി ചുരം കയറാൻ നിങ്ങൾ എല്ലാവരും കറക്റ്റ് പൊസിഷനിലേക്ക് പോവുക. Take your balls. Your time starts now. 3, 2, 1, go. ഐശ്വര്യ പുഷി എല്ലാവരും കൂടെ ചേർന്ന് ഐശ്വര്യ പുഷ് ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പിൽ കയറ്റും. Good attempt. ബോളില്ലാണ്ട് കയറാൻ പാടില്ല. കേറും, ഒരു സ്റ്റെപ്പിൽ പിടിക്കൂ. Wow! Good job. Good job. Yes, go, go. Good job. Good job. Good teamwork. Good teamwork. കരിഷ്മ, നീ എന്താണ് അവിടെ പാമ്പായ? Yes, yes. Awesome. Awesome. Super, super. കേറ്റു, അഞ്ചിലേറെ കേറ്റു. Ball miss ചെയ്യല്ലേ? ഐശ്വര്യ, oh, super. Good, good. Dillo, down to. Yes, good, good, very good. Very good, Anjali, very good. Hey, hey, hey. Last 2 minutes. Good job. Needo, good job. Good job. Yes, 40 seconds more. Good. Okay. Good. Last 20 seconds. Ashwini, you can go. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. 0. Time out. നിങ്ങളുടെ സമയം ഇനി താമരശ്ശേരി ചുരം ഇറങ്ങാനുള്ളതാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1. താമരശ്ശേരി ചുരം ഇറങ്ങട്ടെ.
താമരശ്ശേരി ചുരം കയറി ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഇനി നമുക്ക് എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുന്നായിട്ട് ഇവരുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഞങ്ങൾക്ക് അറിയണം. പറയൂ, വില്ലത്തിയായിട്ടുള്ള അഞ്ജലി റാവു. സൂപ്പർ എക്സൈറ്റ്മെന്റ്, സൂപ്പർ ആയിട്ട് ഉണ്ട്. അടുത്ത ആള്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണ്? അവസാനത്തെ നല്ല ഇഷ്ടമായി. പക്ഷെ കേറാൻ പറ്റിയില്ലല്ലോ. പറ്റിയില്ല. എന്നാലും എൻജോയ് ചെയ്തു. നല്ല രീതിയിൽ എൻജോയ് ചെയ്തു, നല്ല രീതിയിൽ ട്രൈ ചെയ്തു. ഓക്കെ, വെരി ഗുഡ്, നല്ലൊരു കൈയടി. നീതു എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം? അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. നീതുവിനെ കുറിച്ച് ഞാൻ ഇപ്പൊ കുറച്ച് മുന്നേ കേട്ടതാണ്. നീതു ബാത്റൂമിൽ ഇതുപോലെ സോപ്പും ഓയിലും വെള്ളവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് ഇങ്ങനെ Oil ട്രൈ ഒഴിച്ചില്ല. ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നീതു ഇവിടെ വന്നത്. അതിന്റെ രണ്ടാമത്തെ ഘട്ടമുണ്ട്. നീതു പ്രാക്ടീസ് ചെയ്തിട്ട് പോയ ബാത്റൂമിൽ പിന്നെ പോയ നീതുവിന്റെ ഫാദർ ഇപ്പോ ചെറിയൊരു കിടപ്പിലാണ്. ചരിഷ്മ പകുതി കയറിയിട്ട് ഈ വവ്വാല് കിടക്കുന്ന പോലെ 1 മണിക്കൂറോടെ കിടന്നു. അതെന്താ കാര്യം? ക്ഷീണിച്ചിട്ടാടാ. ഫേവറേറ്റ് പൊസിഷനാണ്. പക്ഷെ മത്സരം അവസാനിക്കുമ്പോൾ സൂരജെ നമുക്ക് സ്കോർ അറിയണ്ടേ? ആദ്യ മത്സരം സവാരി ഗിരിഗിരി അവസാനിക്കുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 300 പോയിന്റ്സ് ആണ്. ടീം ബിക്ക് ഒന്നും നേടാൻ സാധിച്ചില്ല. എന്നാലും നല്ലൊരു കൈയടി. രണ്ടാമത്തെ മത്സരം ചിൽ സാറ ചില്ലിൽ ടീം എയും ടീം ബിയും ഒരുപോലെ 50-50 പോയിന്റ്സ് ആണ് നേടിയിരിക്കുന്നത്. എപ്പോഴും മത്സരത്തിന്റെ അവസാനമാണ് സ്കോർ ഒരു മാറ്റം സംഭവിക്കുന്നത്. അതുപോലെ ഇവിടെയും താമരശ്ശേരി ചുരം കയറി ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ടീം എ നേടിയിരിക്കുന്നത് 400 പോയിന്റ്സ്, ടീം ബി 600 പോയിന്റ്. മത്സരം അവസാനിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസത്തിലാണ് ഇവിടെ മാർക്ക് മാറിയിരിക്കുന്നത്. പക്ഷെ ടീം എ സന്തോഷത്തോടെ മത്സരിച്ച് വിജയിച്ചിരിക്കുന്നു. അവർ നേടിയിരിക്കുന്നത് 750 പോയിന്റ്. അയ്യോ, നമ്മളൊരു 100 പോയിന്റിന് പുറകിലായി പോയി. 650 ഫോർ ടീം ബി. ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ആരാ സൂരജ്? ആരാണ് ആ ബെസ്റ്റ് പെർഫോമർ? ആണ് ഇറ്റ് ഈസ് അഞ്ജലി. കൺഗ്രാറ്റുലേഷൻസ്, അഞ്ജലിക്കാണ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ കിട്ടിയിരിക്കുന്നത്. ബെസ്റ്റ് പെർഫോമറിന് കിട്ടുന്നത് സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV. അപ്പൊ അഞ്ജലി സമ്മാനമായിട്ട് നേടുന്നു സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV. കൺഗ്രാറ്റുലേഷൻസ്. ഇന്നത്തെ എപ്പിസോഡും തീർച്ചയായിട്ടും നിങ്ങൾ പ്രേക്ഷകർ ഓരോരുത്തരും ആസ്വദിച്ചുകൊണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കാനുള്ള സമയമാണ്. This is Boing Boing, co-powered by Damro Furniture. Signing off, Suraj. signing off, Deepan Murali. Good night, bye bye, take care, love you all.